ദൈവം നമ്മിൽ നിന്നെല്ലാം വ്യത്യസ്തങ്ങളാകുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. അതെ, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്, ഒന്ന്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. 2, ദൈവം മുൻപാകെ നടന്ന് നിഷ്കളങ്കത തെളിയിക്കുക. ഇന്ന് നാം അനേകരെ ശ്രദ്ധിക്കുമ്പോൾ കാപട്യവും വഞ്ചനയും അനീതിയും പലരിലും വർദ്ധിച്ചു വരുന്നത് കാണുവാൻ കഴിയുന്നു. പക്ഷേ ദൈവം ഇഷ്ടപ്പെടുകയും ദൈവം വിളിക്കുകയും ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് പുറപ്പെടുവിക്കുവാൻ നാം തയ്യാറാകണം. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, തൻ്റെ ആലോചനയ്ക്കായി നിലനിർത്തി. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. അതെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്യുവാൻ നാം തയ്യാറായിട്ടുണ്ടോ? ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് ചെയ്യുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും നാം തയ്യാറാകുമ്പോൾ നമ്മളിലൂടെ ദൈവഹിതം വെളിപ്പെട്ടു വരുന്നു. മറിച്ച് ദൈവ ഇഷ്ടത്തെ മറന്ന് നമ്മളുടെ ഇഷ്ടത്തിന് നാം ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവ ഇഷ്ടം നമ്മളിൽ നടക്കാതെ പോകുന്നു. ദൈവം നമ്മെക്കുറിച്ച് ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കും, ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ മറന്നു കളഞ്ഞു എന്ന്. പക്ഷേ പല സമയങ്ങളിലും ദൈവം നമ്മെ മറക്കുകയല്ല. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ താൻ തൻ്റെ തോളിൽ നമ്മെ വഹിച്ച് നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിപ്പാനിടയായി തീർന്നു. ദൈവഹിതം ആരാഞ്ഞന്വേഷിച്ച് ദൈവാലോചനയ്ക്കായി ജീവിക്കുന്ന ഭക്തന്മാരോരോരുത്തരും ലോകത്തെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ദൈവഹിതം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നടക്കുകയും ചെയ്തിരുന്നു. അത് നിമിത്തം അവർ കർത്താവിന് കൊള്ളാവുന്നവരും കർത്താവിൽ പ്രസിദ്ധരുമായി മാറി. ഇന്ന് നമ്മളുടെ അവസ്ഥ എന്ത് എന്ന് നാം തിരിഞ്ഞ് ചിന്തിക്കുന്നത് നന്നായിരിക്കും.